ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫോർ മെഡിക്കോസ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആൻറ്റി കോളിനർജിക്സ്. ഇപ്പോൾ ആൻറ്റി കോളിനർജിക്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ആൻറ്റി കോളിനർജിക് ഡ്രഗ്സ് എന്ന് വെച്ചാൽ നമ്മൾ കോളിനർജിക്സിൽ മസ്കാനിക് റിസപ്റ്റേഴ്സും പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സും പഠിച്ചിട്ടുണ്ടല്ലേ. അതിൽ മസ്കാനിക് റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്നത്, അതായത് മസ്കാനിക് റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റുകളായിട്ടുള്ള ഡ്രഗുകളെയാണ് നമ്മൾ ആൻറ്റി കോളിനർജിക് ഡ്രഗ്സ് എന്ന് പറയുക. നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗുകളെ ഗാംഗ്ലിയോൺ ബ്ലോക്കേഴ്സ് എന്നോ ന്യൂറോ മസ്കുലർ ബ്ലോക്കേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ആൻറ്റി കോളിനർജിക് ഡ്രഗ്സിൻ്റെ അല്ലെങ്കിൽ പാരാസിമ്പതോലൈറ്റിക് ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ആൻറ്റി കോളിനർജിക് ഡ്രഗ്സിന് നാച്ചുറൽ ആൽക്കലോയിഡ്സ്, സെമി സിന്തറ്റിക് ഡെറിവേറ്റീവ്സ്, സിന്തറ്റിക് കോമ്പൗണ്ട്സ് ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ആൽക്കലോയിഡ്സിൽ അട്രോപ്പിൻ, ഹയോസിൻ, സെമി സിന്തറ്റിക് ഡെറിവേറ്റീവ്സിൽ അട്രോപ്പിൻ മീഥോനൈട്രേറ്റ്, ഹോമട്രോപ്പിൻ, ഹയോസിൻ ബ്യൂട്ടൈൽ ബ്രോമൈഡ്, ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ് ആൻഡ് തയോട്രോപ്പിയം ബ്രോമൈഡ്. ഇനി സിന്തറ്റിക് കോമ്പൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഫെർദർ ആയിട്ട് 4 ഡിവിഷനാണ് അതിലുള്ളത്. ആദ്യം വരുന്നത് മിഡ്രിയാറ്റിക്സ് ആണ്. അതിൽ സൈക്ലോപെൻഡലേറ്റും ട്രോപ്പിക്കമൈഡും ഉണ്ട്. അടുത്തത് വെസൈക്കോ സെലക്റ്റീവ് ഡ്രഗ്സ്. അതിൽ ഓക്സിബ്യൂട്ടൈനിൻ, ഫ്ലാവോക്സിൻ, ടോൾറ്ററോഡിൻ, ഡാരിഫെനാസിൻ ആൻഡ് സോലിഫെനാസിൻ. ഇനി ആൻറ്റി പാർക്കിൻസോണിയൻ ഡ്രഗുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വരുന്നത് ട്രൈഹെക്സൈൽ ഫെനഡൈൽ, അതർവൈസ് നോൺ ആസ് ബെൻസെക്സോൾ, ദെൻ പ്രോസൈക്ലിഡിൻ ആൻഡ് ബൈപെരിഡിൻ. ഇനി വരുന്നത് ആൻറ്റി സെക്രിറ്ററി, ആൻറ്റി സ്പാസ്മോഡിക് ഡ്രഗുകളാണ്. ഇവരെ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ക്വാട്ടേണറി കോമ്പൗണ്ട്സ് ആൻഡ് ടെർഷ്യറി അമീൻസ്. അല്ല, ക്വാട്ടേണറി കോമ്പൗണ്ട്സ് വരുന്നത് പ്രൊപ്പാന്തലീൻ, ഓക്സിഫിനോണിയം, ദെൻ ക്ലിഡിനിയം, സിമെട്രോപ്പിയം ബ്രോമൈഡ്, ഐസോപ്രോപ്പമൈഡ് ആൻഡ് ഗ്ലൈക്കോപൈറലേറ്റ്. ഇനി ടെർഷ്യറി അമീൻസിലാണെങ്കിൽ ഡൈസൈക്ലോമൈൻ, വാലന്തമേറ്റ് ആൻഡ് പൈരൻസെപ്പിൻ. ഇനി നമുക്ക് ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് നോക്കാം. ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് പറയുന്നത് അട്രോപ്പിൻ പ്രോട്ടോടൈപ്പ് ഡ്രഗ് ആയിട്ട് വെച്ചുകൊണ്ടാണ്. CNS ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അട്രോപ്പിൻ ഒരു CNS സ്റ്റിമുലൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. പക്ഷേ ലോവർ ഡോസസിൽ ഇതിൽ വലിയ CNS ഇഫക്റ്റുകളൊന്നും കാണുന്നില്ല. ഇതെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ they will stimulate vagus, respiratory as well as vasomotor center. പിന്നെ വെസ്റ്റിബുലാർ എക്സൈറ്റേഷൻ ഡിപ്രസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആക്ഷൻ സിക്നസ് ഡ്രഗായിട്ടും ഇത് ഉപയോഗിക്കാം. പിന്നെ ബേസൽ ഗാംഗ്ലിയയിലെ കോളിനർജിക് ഓവർ ആക്ടിവിറ്റി ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് പാർക്കിൻസോണിസത്തിലെ ട്രെമറും റിജിഡിറ്റിയും ഇത് സപ്രസ് ചെയ്യുന്നുണ്ട്. ഹയർ ഡോസസ് വന്നു കഴിഞ്ഞാൽ there will be excitation, restlessness, disorientation, hallucination, delirium, respiratory depression as well as coma. ഇനി ഹയോസിൻ നോക്കിക്കഴിഞ്ഞാൽ ലോവർ ഡോസുള്ള ഹയോസിൻ ഒരു CNS ഡിപ്രസൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. CVSൽ വരികയാണെങ്കിൽ M2 റിസപ്റ്റർ ബ്ലോക്കേഡ് കാരണം there will be increased heart rate, that is ടാക്കികാർഡിയാണ് ഉണ്ടാവുക. എന്നാൽ ഒരു IV അല്ല, ഇൻട്രാമസ്കുലർ IM അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷനിൽ ഫസ്റ്റ് ഒരു ട്രാൻസിയൻ ബ്രാഡികാർഡിയ ഉണ്ടാകുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വേഗൽ നെർവെൻഡിങ്സിലുള്ള ഓട്ടോ റിസപ്റ്റേഴ്സ്, അതായത് നമ്മുടെ ഈ അസറ്റൈൽ കൊളൈൻ്റെ റിലീസിനെ തടയുന്ന റിസപ്റ്റേഴ്സ് അല്ലേ, ഈ അസറ്റൈൽ കൊളൈൻ തന്നെ വന്ന് അവരിൽ ബൈൻഡ് ചെയ്താണ് അസറ്റൈൽ കൊളൈൻ റിലീസ് തടയുന്നത്. ആ റിസപ്റ്ററുകളുടെ ബ്ലോക്കേഡ് മൂലമാണ് ഇവിടെ ഒരു ട്രാൻസിയൻ ബ്രാഡികാർഡിയ ഉണ്ടാകുന്നത്. ഇനി BP നോക്കിക്കഴിഞ്ഞാൽ 2 ഇഫക്റ്റാണ് കാണുന്നത്. ടാക്കികാർഡിയും വാസോമോട്ടോർ സെൻറ്റർ സ്റ്റിമുലേഷനും വഴി there will be rise in BP. അതുപോലെ ഹിസ്റ്റമിൻ റിലീസ് ആൻഡ് വാസോ ഡയലറ്റേഷൻ വഴി there will be a റിഡക്ഷൻ ഇൻ ദി BP. ഇനി ഐയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എഫക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐയിൽ പ്രധാനമായിട്ട് ടോപ്പിക്കൽ ഇൻസ്റ്റലേഷനാണ് ചെയ്യുന്നത്. ആ സമയത്ത് മിഡ്രിയാസ് ഉണ്ടാവാം, ലൈറ്റ് റിഫ്ലക്സ് അബോളിഷ് ആവും, സൈക്ലോപ്ലീജിയ ഉണ്ടാവും. 7 to 10 days വരെ ഇത് ലാസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ഫലമായി there will be photophobia as well as blurring of vision. ഇനി നാരോ ആംഗിൾ ഗ്ലോക്കോമ ഉള്ള ഒരാൾക്കാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ ഇൻട്രാ ഓക്കുലർ പ്രഷർ കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി സ്മൂത്ത് മസിലിലേക്ക് വരുമ്പോഴത്തേക്ക് M3 ബ്ലോക്കേഡ് കാരണം there will be relaxation of the smooth muscle. അത് ഓരോന്നായി പറയുമ്പോൾ GITയിൽ ടോണും അതുപോലെ കൺട്രാക്ഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡും കുറയുന്നതായിട്ട് കാണാം. അതുവഴി കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം. ഇനി ലങ്സിലേക്ക് വരുമ്പോൾ ബ്രോങ്കോ ഡയലറ്റേഷൻ ഉണ്ടാവാം. there will be decreased airway resistance. അതുകൊണ്ട് COPDയിലും ആസ്മയുള്ള ആൾക്കാർക്കും ഇത് കൊടുക്കാം.
ഇനി യൂറേറ്ററിൽ റിലാക്സിൻഡ് ആക്ഷനുണ്ട്. അതുവഴി 2 കാര്യങ്ങളാണുള്ളത്. ഓൾഡർ മെയിൽസ്, പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി ഉള്ള ഓൾഡർ മെയിൽസിൽ യൂറിനറി റിറ്റൻഷനാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ ന്യൂറോജനിക് ബ്ലാഡറുള്ള ആൾക്കാരിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാഡർ കപ്പാസിറ്റി കൂടുകയും അതുപോലെ ഡെട്രൂസർ ഹൈപ്പർ റിഫ്ലക്സിയ കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഗ്ലാൻസിലുള്ള ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ അവിടെയും M3 ബ്ലോക്കേഡാണ് കാണുന്നത്. M3 ബ്ലോക്കേഡ് ഗ്ലാൻസിൽ വരുമ്പോൾ സെക്രീഷൻസ് ഒക്കെ കുറയും. സ്വെറ്റ്, സലൈവറി, ലാക്രിമൽ, ട്രക്കിയോ ബ്രോങ്കിയൽ സെക്രീഷൻസ് എല്ലാം കുറയും. സ്കിന്നും ഐസും എല്ലാം ഡ്രൈ ആവും. പിന്നെ സോളോവിങ് ഒക്കെ ഡിഫിക്കൽട്ട് ആവും. ബോഡി ടെമ്പറേച്ചർ വരുമ്പോഴത്തേക്ക് ഹയർ ഡോസിൽ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. 2 കാരണങ്ങളാണുള്ളത്. ഒന്ന് ഇൻഹിബിഷൻ ഓഫ് ദി സ്വെറ്റിംഗ് അല്ല ഡിക്രീസ്ഡ് സ്വെറ്റിംഗ്. രണ്ടാമത്തത് സ്റ്റിമുലേഷൻ ഓഫ് ടെമ്പറേച്ചർ റെഗുലേറ്റിംഗ് സെൻറ്റർ ഇൻ ദി ഹൈപ്പോതലാമസ്. ഇനി ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻ ഉണ്ട്. അതായത് അട്രോപ്പിൻ കോർണിയയിൽ ഒരു മൈൽഡ് അനസ്തെറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഫാർമക്കോ കൈനറ്റിക്സ് നോക്കാം. അട്രോപ്പിനും ഹയോസിനുമാണ് ഫാർമക്കോ കൈനറ്റിക്സിൽ നമ്മൾ നോക്കുന്ന ഡ്രഗുകൾ. ഇവർ രണ്ടുപേരും GITയിൽ നിന്നും റാപ്പിഡ് അബ്സോർപ്ഷന് വിധേയമാവുകയും കോർണിയയിൽ ഫ്രീ ആയി പെനിട്രേറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അട്രോപ്പിനെ അപേക്ഷിച്ച് ഹയോസിനാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എളുപ്പത്തിൽ ക്രോസ് ചെയ്യുന്ന ആൾ. ഇനി മെറ്റബോളിസം നോക്കിക്കഴിഞ്ഞാൽ ലിവറിലാണ് മെറ്റബോളിസം നടക്കുക. ഹയോസിൻ കംപ്ലീറ്റ്ലി മെറ്റബോളൈസ് ചെയ്യും. അട്രോപ്പിൻ 50% മാത്രമേ മെറ്റബോളൈസ് ചെയ്യുന്നുള്ളൂ. ബാക്കി യൂറിനിൽ അൺചേഞ്ച്ഡ് ആയിട്ടാണ് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത്. ഇനി അട്രോപ്പിൻ സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അതായത് ഇൻഡിവിജ്വൽ ഡ്രഗ്സിലേക്ക് നോക്കാം. എല്ലാ ഡ്രഗുകളും നോക്കുന്നില്ല എങ്കിലും ഏറെക്കുറെ മിക്ക ഡ്രഗുകളും നമ്മൾ ഇതിൽ നോക്കി പോകുന്നുണ്ട്. ആദ്യം വരുന്നത് ക്വാട്ടർണറി കോമ്പൗണ്ട്സ് ആണ്. ക്വാട്ടർണറി കോമ്പൗണ്ട്സിൽ കുറച്ച് കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. അവർക്ക് ഓറൽ അബ്സോർപ്ഷൻ ഇൻകംപ്ലീറ്റ് ആണ്. പിന്നെ ബ്രെയിനിലും അതിൽ പുവർ പെനിട്രേഷൻ ആണുള്ളത്. അട്രോപ്പിനേക്കാളും ലോങ്ങർ ആക്ഷൻ, ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ലോങ് ആണ്. പിന്നെ ചില സമയത്ത് ദേ ഷോസ് നിക്കോട്ടിനിക് ബ്ലോക്കിംഗ് പ്രോപ്പർട്ടി, ഹയർ അട്രോപ്പിൻ. അങ്ങനെ വരുമ്പോഴത്തേക്ക് അഡീഷണൽ സൈഡ് എഫക്ട്സ് ഉണ്ട്. അതായത് ഹൈപ്പോടെൻഷനും ഇമ്പോർട്ടൻ്റ്. ഓരോരോ ഡ്രഗ്സ് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഹയോസിൻ ബ്യൂട്ടൈൽ ബ്രോമൈഡ് ആണ്. ഡോസ് 20 to 40 മില്ലിഗ്രാം. ഓറലായിട്ടും ഇൻട്രാമസ്കുലർ ആയിട്ടും സബ്ക്യൂട്ടീനിയസ് ആയിട്ടും ഇൻട്രാവീനസ് ആയിട്ടും ഡ്രഗ് ഡെലിവറി നടത്താറുണ്ട്. കൂടുതലും കൊടുക്കുന്നത് ഈസോഫേജിയൽ ആൻഡ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സ്പാസ്റ്റിക് കണ്ടീഷൻസ്. ഓക്കെ. ഇനി അടുത്തത് വരുന്നത് അട്രോപ്പിൻ മീഥോനൈട്രേറ്റ് ആണ്. അത് കൊടുക്കുന്നത് 2.5 to 10 മില്ലിഗ്രാം ആണ്. ഓറലായിട്ട് ഇൻട്രാമസ്കുലർലി ആണ് കൊടുക്കുന്നത്. അബ്ഡോമിനൽ കോളിക്കിനും ഹൈപ്പർ അസിഡിറ്റിക്കാണ് ഈ ഡ്രഗ് കൊടുക്കുക. അടുത്ത് വരുന്നത് ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ് ആണ്. 40 to 80 മൈക്രോഗ്രാം ഇൻഹലേഷനായിട്ടാണ് കൊടുക്കുക. ഇത് പ്രധാനമായി COPD ബ്രോങ്കിയൽ ആസ്മ ഉള്ളവരിലാണ് ഇത് കൊടുക്കുന്നത്. ഇത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബ്രോങ്കിയൽ മസിലാണ്. ഇത് സെലക്റ്റീവ് ആക്ഷനാണ്. മ്യൂക്കോസീലിയറി ക്ലിയറൻസിനെ അഫക്റ്റ് ചെയ്യുന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഒരു പ്രൊഫൈലാക്റ്റിക് യൂസ്, റെഗുലർ പ്രൊഫൈലാക്റ്റിക് യൂസിനാണ് ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ് ഉപയോഗിക്കുക. മോർ എഫക്റ്റീവ് ഇൻ COPD പേഷ്യൻസ് ദാൻ ബ്രോങ്കിയൽ ആസ്മ പേഷ്യൻറ്റ്. ഇനി തയോട്രോപ്പിയം ബ്രോമൈഡ് എന്ന് പറയുന്നത് ഇപ്രാട്രോപ്പിയം ബ്രോമൈഡിൻ്റെ ഒരു ന്യൂവർ കൺജനെയറാണ്. ഇതൊരു M1 M3 സെലക്റ്റീവ് ഡ്രഗാണ്. പിന്നെ ഹൈ ബ്രോങ്കിയൽ സെലക്ടിവിറ്റിയും ഈ ഡ്രഗിനുണ്ട്. അടുത്ത വരുന്ന ഡ്രഗ് എന്ന് പറയുന്നത് പ്രൊപ്പാന്തലീൻ ആണ്. പ്രൊപ്പാന്തലീൻ ഒരു 15 to 30 മില്ലിഗ്രാം ഓറലിയാണ് കൊടുക്കുന്നത്. ഇത് പെപ്റ്റിക് അൾസർ, ഗ്യാസ്ട്രൈറ്റിസ് തുടങ്ങിയവയ്ക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചിരുന്നൊരു ഡ്രഗാണ്. പക്ഷേ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. അതിന് കാരണം ഇൻട്രൊഡക്ഷൻ ഓഫ് H2 ബ്ലോക്കേഴ്സ് ആസ് വെൽ ആസ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ആണ്. അടുത്ത വരുന്ന ഡ്രഗ് ഓക്സിഫിനോണിയമാണ്. 5 മില്ലിഗ്രാം ടു 10 മില്ലിഗ്രാം ആണ് അഡൽട്ട് ഡോസേജ് എങ്കിൽ 3 to 5 മില്ലിഗ്രാം ആണ് ചിൽഡ്രനിലുള്ള ഡോസേജ്. ഇതിനും പ്രൊപ്പാന്തലീൻ്റെ അതേ ഫംഗ്ഷനാണ് പെപ്റ്റിക് അൾസറിലും ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഹൈപ്പർ മോട്ടിലിറ്റിയിലുമാണ് ഈ ഡ്രഗ് ഉപയോഗിക്കുന്നത്. അടുത്ത് വരുന്നത് ക്ലിഡിനിയമാണ്. ക്ലിഡിനിയം ഒരു 2.5 to 5 മില്ലിഗ്രാം ഓറലായിട്ടാണ് ഉപയോഗിക്കുക. ഇത് കോമ്പിനേഷനായിട്ടാണ് ഉപയോഗിക്കുക. ആരുമായിട്ട്? ബെൻസോഡയസെപ്പീനുമായിട്ട് യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് ബെൻസോഡയസെപ്പിൻ. ഉപയോഗിക്കുന്നത് ഏതിനൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെർവസ് ഡിസ്പെപ്സിയ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, കോളിക് ആസ് വെൽ ആസ് പെപ്റ്റിക് അൾസർ. ഇനി അടുത്ത ഡ്രഗ് എന്ന് പറയുന്നത് സിമെട്രോപ്പിയം ബ്രോമൈഡ് ആണ്.
ഇത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രത്തിലാണ് ഉപയോഗിക്കുന്നത്. അതിൽ അബ്ഡമിനൽ പെയിൻ ആസ് വെൽ ആസ് ലൂസ് മോഷനിൽ അബ്ഡമിനൽ പെയിനും ഒരു 30 to 70% റിലീഫ് സിമെട്രോപ്പിയം ബ്രോമൈഡ് നൽകുന്നുണ്ട്. അടുത്ത ഡ്രഗ് ഐസോപ്രൊപ്പമൈഡ് ആണ്. 5 mg ഓറലാണ് ഇതിൻ്റെ ഡോസേജ്. ഇത് ഉപയോഗിക്കുന്നത് ഹൈപ്പർ ആസിഡിറ്റി, നെർവസ് ഡിസ്പെപ്സിയ, IBS അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, പിന്നെ അതുപോലെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ പ്രോബ്ലംസ് മറ്റുള്ള. പക്ഷേ ഇതെല്ലാം ഇമോഷണൽ ഓർ മെൻ്റൽ ഡിസോർഡേഴ്സുമായിട്ട് അസോസിയേറ്റഡ് ആയിരിക്കണം. അതായത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി, നെർവസ് ഡിസ്പെപ്സിയ, IBS ആൻഡ് GI പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ഇമോഷണൽ ഓർ മെൻ്റൽ ഡിസോർഡേഴ്സ്. അടുത്ത വരുന്നത് ഗ്ലൈക്കോപൈറലേറ്റ് ആണ്. 0.2 to 0.4 mg IM ഇൻട്രാമസ്കുലറിലെയാണ് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ. അടുത്ത ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് എന്ന് പറയുന്നത് ടേർഷ്യറി അമീൻസ് ആണ്. ടേർഷ്യറി അമീൻസിൽ ഫസ്റ്റ് വരുന്നത് ഡൈസൈക്ലോമൈൻ ആണ്. 20 mg ഓറൽ ഓർ ഇൻട്രാമസ്കുലർലി അഡൽട്ട്സിൽ കൊടുക്കും. ഇനി ചിൽഡ്രനിലാണെങ്കിൽ 5 to 10 mg ആണ് കൊടുക്കുന്നത്. ഇൻഫൻസിൽ ഈ ഡ്രഗ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പ്രധാന കാരണം എന്ന് പറയുന്നത് അട്രോപിനിക് ടോക്സിസിറ്റി സിംറ്റംസ് കാണിക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ഫോർ ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 6 months. അതായത് ഇൻഫൻസിന് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് തന്നെ. പിന്നെ ഇതിന് ആൻറ്റി എമിറ്റിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ മോർണിംഗ് സിക്നസ്. പിന്നെ വേറെ ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത് മോഷൻ സിക്നസ്, ഡിസ്മെനോറിയ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. അടുത്തത് വാലത്തമേറ്റ് ആണ്. വാലത്തമേറ്റ് ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. പ്രധാനമായും ഇത് ഉപയോഗിക്കുക നമ്മുടെ സെർവിക്സിൻ്റെ ലേബറിൻ്റെ സമയത്ത് സെർവിക്സ് ഡയലറ്റേഷൻ വൈകുന്ന സാഹചര്യങ്ങളിൽ വാലത്തമേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെർവിക്സ് ഡയലറ്റേഷൻ ഹേസ്റ്റൺ ചെയ്യുന്നതായിട്ട് കാണാം. പിന്നെ ആൻറ്റിസ്പാസ്മോഡിക് ആയിട്ട് ആക്ട് ചെയ്യും യൂറിനറി, ബിലിയറി ആസ് വെൽ ആസ് ഇൻറ്റസ്റ്റൈനൽ കോളിക്സിൽ. ഇനി അടുത്ത് വരുന്ന ഡ്രഗ് പൈറൻസെപ്പിൻ ആണ്. ഒരു M1 സെലക്റ്റീവ് ആണ്. പെപ്റ്റിക് അൾസറിലാണ് ഇത് പ്രധാനമായി ഉപയോഗിക്കുക. അടുത്ത വരുന്ന ഡ്രഗുകളെന്ന് പറയുന്നത് വെസിക്കോ സെലക്റ്റീവ് ആൻറ്റികോളിനർജിക് ഡ്രഗുകളാണ്. വെസിക്കോ സെലക്റ്റീവ് ആൻറ്റികോളിനർജിക് ഡ്രഗ്സ് എന്ന് വെച്ചാൽ ദേ ഹാവ് പ്രിഫറൻഷ്യൽ ആക്ഷൻ ഓൺ യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിൽ അവർ ആക്ട് ചെയ്യുന്നു എന്നാണ്. 5 ഡ്രഗുകളാണുള്ളത്. ആദ്യത്തത് ഓക്സിബ്യൂട്ടൈനിൻ, ഒരു M1 M3 സെലക്റ്റീവ് ഡ്രഗാണ്. ഇത് ഉപയോഗിക്കുന്ന കണ്ടീഷൻസ് പോസ്റ്റ് പ്രോസ്റ്റെക്ടമി, വെസിക്കോസ്പാസം, പിന്നെ ന്യൂറോജനിക് ബ്ലാഡർ, സ്പൈന ബൈഫിഡ, നോക്ടേണൽ എന്യൂറിസം. പിന്നെ ഇത് ഇൻട്രാവെസൈക്കൽ ഇൻസ്റ്റലേഷൻ, അതായത് യൂറിനറി ബ്ലാഡറിനകത്തേക്ക് നേരിട്ട് കുത്തിവെക്കുകയാണെങ്കിൽ ബ്ലാഡർ കപ്പാസിറ്റി കൂടുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിൻ്റെ മെറ്റബോളിസം നടക്കുന്നത് CYP3A4 എന്ന് പറയുന്ന എൻസൈമാണ്. അതുകൊണ്ട് തന്നെ CYP3A4 ഇൻഹിബിറ്റേഴ്സ് ആയിട്ടുള്ള എറിത്രോമൈസിൻ, കീറ്റോകോണസോൾ പോലുള്ള ഡ്രഗുകൾ എടുക്കുന്ന ആൾക്കാരിൽ ഡോസ് കുറച്ച് വേണം കൊടുക്കാനായിട്ട്. അടുത്ത വരുന്നത് ടോൾട്ടറോഡിനാണ്. അതൊരു M3 സെലക്റ്റീവ് ഡ്രഗാണ്. ഇത് ഉപയോഗിക്കുന്നത് യൂറിനറി ബ്ലാഡർ ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള കേസുകളാണ്. യൂറിനറി ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നു, അർജൻസി ഉണ്ടാകുന്നു, അങ്ങനെയുള്ള കേസുകളിൽ. CYP3A4 തന്നെയാണ് ഇതിൻ്റെയും മെറ്റബോളിക് എൻസൈം. അതുകൊണ്ട് തന്നെ CYP3A4 ഇൻഹിബിറ്റേഴ്സ് എടുക്കുന്നവരിൽ ഡോസ് ഹാഫാക്കി വേണം കൊടുക്കാനായിട്ട്. അടുത്ത വരുന്നത് ഫ്ലാവോക്സേറ്റ് ആണ്. ഇത് ഉപയോഗിക്കുന്നത് ഓക്സിബ്യൂട്ടൈനിൻ്റെ അതേ പ്രോപ്പർട്ടി തന്നെയാണ് കാണിക്കുന്നത്. ഉപയോഗിക്കുന്നത് യൂറിനറി ഫ്രീക്വൻസി കൂടുതലുള്ള കേസുകളിൽ, അർജൻസി ഉള്ളവരിൽ, പിന്നെ ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിസ്യൂറി ഉള്ളവരിലൊക്കെയാണ് കൊടുക്കുന്നത്. അടുത്ത 2 ഡ്രഗ്, അതായത് ഡാരിഫെനാസിൻ ആൻഡ് സോളിഫെനാസിൻ, ഇവർ നമ്മൾ ഒത്താണ് പറയുന്നത്. രണ്ടുപേരും M3 സെലക്റ്റീവ് ഡ്രഗാണ്. യൂസ് ചെയ്യുന്നത് യൂറിനറി ഇൻകോണ്ടിനൻസ്, അർജൻസി, ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി ആ കണ്ടീഷനിലൊക്കെയാണ് ഉപയോഗിക്കുക. അടുത്ത വരുന്നത് മിഡ്രിയാറ്റിക്സ് ആണ്. ആദ്യം ഉപയോഗിക്കുക ഹോമട്രോപ്പിനാണ്. ഹോമട്രോപ്പിൻ നമ്മളെ അട്രോപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 10 times ലെസ് പൊട്ടൻ്റ് ആണ്. 10 times ലെസ് പൊട്ടൻ വെൻ കമ്പയർഡ് ടു അട്രോപ്പിൻ. നോക്കുമ്പോഴത്തേക്ക് 10 times ലെസ് പൊട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡ്രഗുകൾ കൊടുക്കുന്നത് റിഫ്രാക്ഷൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ റിഫ്രാക്ഷൻ ടെസ്റ്റിങ്ങിന് സമയത്ത് എബോവ് 45 to 60 minutes ആണ് എടുക്കുക അതിൻ്റെ ആക്ഷൻ വരാനായിട്ട്. ഇത് മിഡ്രിയാസിസ് 1 to 3 days വരെ ലാസ്റ്റ് ചെയ്യും. എന്നാൽ സൈക്ലോപ്ലീജിയ 1 to 2 days വരെ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ.
അടുത്ത സൈക്ലോപെൻഡുലേറ്റ് എന്ന് പറയുന്ന ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ ആക്ഷൻ 30 to 60 മിനിറ്റിൽ സൈക്ലോപ്ലീജിയ മിഡ്രിയാസിസും ഒക്കെ ഉണ്ടാവും. ഇത് ഒരു ദിവസമാണ് നിലനിൽക്കുക. എന്നാൽ ട്രോപ്പിക്കമൈഡാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ക്വിക്കസ്റ്റ് ആൻഡ് ബ്രീഫസ്റ്റ് ഡ്രഗാണ്. അതായത് 20 to 40 മിനിറ്റ്സിൽ ആക്ഷൻ വരികയും ജസ്റ്റ് 3 to 6 അവേഴ്സിൽ നമ്മൾ ടെസ്റ്റിംഗ് കഴിഞ്ഞ് 3 to 6 അവേഴ്സിൽ കംപ്ലീറ്റ് മിഡ്രിയാസിസും സൈക്ലോപ്ലീജിയൊക്കെ പോകുന്നതുമായിരിക്കും. So it is satisfactory for refraction testing in adult as well as a short acting mydriatic for fundoscopy. ഇനി ഡ്രഗിൻ്റെ യൂസ്, അതായത് ആൻറ്റി കോളിനർജിക്സിൻ്റെ യൂസ് നമുക്ക് പെട്ടെന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോവാം. ആൻറ്റി സെക്രീറ്ററി ആയിട്ട് ഉപയോഗിക്കുന്ന കണ്ടീഷൻ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ ആൻഡ് പൾമണറി എംബോളിസം. ആൻറ്റി സ്പാസ്മോഡിക് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇൻഡസ്റ്റൈനൽ ആൻഡ് റീനൽ കോളിക്, അബ്ഡോമിനൽ ക്രാംസ്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, പൈലോറോസ്പാസം, ഗ്യാസ്ട്രിക് ഹൈപ്പർമോഡിലിറ്റി, ഗ്യാസ്ട്രൈറ്റിസ്, നെർവസ് ഡിസ്പെപ്സിയ, ഡിസ്മെനോറിയ, അതുപോലെ ടു റിലീവ് യൂറിനറി ഫ്രീക്വൻസി ആൻഡ് അർജൻസി. ഇനി ബ്രോങ്കിയൽ ആസ്മ, ആസ്മാറ്റിക് ബ്രോങ്കൈറ്റിസ്, COPD ഇവരിലൊക്കെ ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ് അല്ലെങ്കിൽ ടയോട്രോപ്പിയം ബ്രോമൈഡ് പ്രൊഫൈലാക്റ്റിക് യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മിഡ്രിയാറ്റിക്കും സൈക്ലോപ്ലീജിക്കുമായിട്ട് ഉപയോഗിക്കുന്ന ഡയഗ്നോസ്റ്റിക് കണ്ടീഷൻസ് ടെസ്റ്റിംഗ് ഇറർ ഓഫ് റിഫ്രാക്ഷൻ, പിന്നെ ഫെസിലിറ്റേറ്റ് ഫണ്ടോസ്കോപ്പി. അടുത്ത വരുന്നത് തെറാപ്യൂട്ടിക് യൂസാണ്. അട്രോപ്പിൻ തെറാപ്യൂട്ടിക് യൂസ് ഉപയോഗിക്കുന്നത് ഐറൈറ്റിസ്, ഐറിഡോസൈക്ലൈറ്റിസ്, കോർഡൈറ്റിസ്, കെററ്റൈറ്റിസ് ആൻഡ് കോർണിയൽ അൾസേഴ്സ്. ഇനി അട്രോപ്പിൻ ക്യാൻ ബി ആൾട്ടർനേറ്റഡ് വിത്ത് എ മയോട്ടിക് ടു പ്രിവെൻറ്റ് ഓർ ബ്രേക്ക് അഡ്ഹഷൻ ബിറ്റ്വീൻ ഐറിസ് ആൻഡ് ലെൻസ് ഓർ കോർണിയ. ഐറിസും ലെൻസോ കോർണിയയും തമ്മിൽ അഡ്ഹഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യാനോ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു മിഡ്രിയാറ്റിക്കും ഒരു മയോട്ടിക്കും ഇങ്ങനെ മാറി മാറി ആൾട്ടർനേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അതിന് മിഡ്രിയാറ്റിക് അട്രോപ്പിൻ ഉപയോഗിക്കാം. ഇനി വരുന്നത് ആസ് എ കാർഡിയാക് വാഗുലൈറ്റിക്, സൈനസ് ബ്രാഡികാർഡിയ, അതുപോലെ പാർഷ്യൽ ഹാർട്ട് ബ്ലോക്ക്. ഈ കണ്ടീഷനിലാണ് ഒരു കാർഡിയാക് വാഗുലൈറ്റിക്കായിട്ട് നമ്മുടെ ആൻറ്റികോളിനർജിക്സ് ഉപയോഗിക്കുക. സെൻട്രൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പാർക്കിൻസോണിസം, മോഷൻ സിക്നസ്സുമാണ് വരുന്നത്. പിന്നെ മസ്കാരനിക് ഇഫക്റ്റുള്ള ഡ്രഗുകളുടെ മസ്കാരനിക് ഇഫക്ട്സ് ആൻറ്റഗോണിസ്റ്റ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ പോയിസൺ അഗോണിസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ആൻറ്റികോളിനർജിക്സ് ഉപയോഗിക്കുന്നുണ്ട്. കണ്ടീഷൻസ്: അട്രോപ്പിൻ സ്പെസിഫിക് ആൻറ്റിഡോട്ടായിട്ട് ഉപയോഗിക്കുന്നത് ആൻറ്റികോളിനെസ്റ്ററൈസ് പോയിസണിങ് ആസ് വെൽ ആസ് ഏർലി മഷ്റൂം പോയിസണിങ്. ഏർലി മഷ്റൂം പോയിസണിങ്ങിലും ആൻറ്റികോളിനെസ്റ്ററൈസ് പോയിസണിങ്ങിലും അട്രോപ്പിനാണ് ഡെഫിനറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത്. ഇനി അട്രോപ്പിനോ ഗ്ലൈക്കോപൈറലേറ്റോ എന്തായിട്ട് ഉപയോഗിക്കുന്ന ഈസ് യൂസ്ഡ് അലോങ് വിത്ത് നിയോസ്റ്റിക്മിൻ. എന്തിനാണെന്ന് ചോദിച്ചാൽ നിയോസ്റ്റിക്മിൻ്റെ മസ്കാരനിക് ആക്ഷൻസ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ്. എപ്പോഴൊക്കെ നിയോസ്റ്റിക്മിൻ മയസ്തീനിയ ഗ്രവിസിൽ ഉപയോഗിക്കുമ്പോൾ ഡീക്യൂററൈസേഷനിൽ ഉപയോഗിക്കും, പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡീക്യൂററൈസേഷനിൽ ഉപയോഗിക്കുമ്പോൾ, അതുപോലെ തന്നെ കോബ്ര എൻവെനമേഷൻ എന്ന് വെച്ചാൽ കോബ്ര ബൈറ്റിന് ശേഷം ആൻറ്റിവെനം കൊടുക്കുന്ന സമയത്ത് നമ്മൾ നിയോസ്റ്റിക്മിനും അട്രോപ്പിനും കൊടുക്കാറുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ റെസ്പിറേറ്ററി പാരാലിസിസ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇനി ആൻറ്റികോളിനർജിക്സ് എവിടെയൊക്കെ കൊടുത്തുകൂടാ, വാട്ട് ആർ ദി കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ന് നോക്കാം. നാരോ ഐറിഡോ കോർണിയൽ ആംഗിളുള്ള ആൾ അത് കൊടുക്കാൻ പാടില്ല, കാരണം ഇറ്റ് മേ പ്രിസിപ്പിറ്റേറ്റ് അക്യൂട്ട് കൺജസ്റ്റീവ് ഗ്ലോക്കോമ. ഇനി എൽഡർലി മെയിൽസിൽ വിത്ത് പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി ഉള്ള എൽഡർലി മെയിൽസിൽ കൊടുക്കാൻ പാടില്ല, കാരണം ഇറ്റ് മേ കാസ് യൂറിനറി റിറ്റൻഷൻ. ഇനി ഡ്രഗ് ഇൻട്രാക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ലെവഡോപ്പ ആയിട്ടുള്ള ഇൻട്രാക്ഷനാണ്. ലെവഡോപ്പയുടെ അബ്സോർപ്ഷൻ ആൻറ്റികോളിനർജിക്സ് കുറയ്ക്കും. സോ ദർ വിൽ ബി ഇൻക്രീസ്ഡ് പെരിഫറൽ ഡിഗ്രഡേഷൻ ഓഫ് ലെവഡോപ്പ. രണ്ടാമത്തത് ഡിജോക്സിൻ ടെട്രാസൈക്ലിൻ, ഇവരുടെ അബ്സോർപ്ഷൻ ആൻറ്റികോളിനർജിക്സ് കൂട്ടും. അൻറ്റാസിഡ്സ് ആൻറ്റികോളിനർജിക് അബ്സോർപ്ഷനുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ആൻറ്റിഹിസ്റ്റമിൻസ്, ട്രൈസൈക്ലിക് ആൻറ്റിഡിപ്രസൻസ്, ഫീനോതയസിൻസ്, പെത്തഡിൻ, ഈ ഡ്രഗുകൾക്കെല്ലാം ആൻറ്റികോളിനർജിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ആൻറ്റികോളിനർജിക്സിൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ ദർ വിൽ ബി അഡിറ്റീവ് സൈഡ് ഇഫക്ട്സ്. ഇനി മോണോഅമീൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആൻറ്റികോളിനർജിക് ആൻറ്റി പാർക്കിൻസോണിയൻ ഡ്രഗുകളിൽ ഇൻ്റർഫിയർ ചെയ്യുകയും ഡെലീറിയം പോലുള്ള സൈഡ് ഇഫക്ട്സ് ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. അടുത്ത വരുന്നത് ബെലഡോണ പോയ്സണിങ് ആണ്. ബെലഡോണ പോയ്സണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഡ്രഗ് ഓവർഡോസേജ് മൂലം ഉണ്ടാവാം, അല്ലെങ്കിൽ
ബെലഡോണ പ്ലാന്റിൻ്റെ ബെറീസിൻ്റെ സീഡ് കഴിച്ചതിലൂടെ, ദ കൺസെപ്ഷൻ ഓഫ് സീഡ്സ് ഓഫ് ബെലഡോണ പ്ലാന്റ് അതുമൂലം ഉണ്ടാവാം. മാനിഫെസ്റ്റേഷൻസ് എപ്പോഴും ഫാർമക്കോളജിക്കൽ ആക്ഷൻസിൻ്റെ എക്സാജറേറ്റഡ് ഫോംസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഡ്രൈ മൗത്ത്, ദർ വിൽ ബി ഡിഫിക്കൽട്ടി ഇൻ swallowing ആൻഡ് ടോക്കിംഗ്, dry and flushed hot skin, maturation, pupil will be dilated, photophobia will be there, blurring of near vision, palpitation, excitement, ataxia, delirium, hypotension, cardiovascular collapse with respiration എന്ന കൺവൾഷൻസും കോമയും ഉണ്ടാകുന്നത്. ഇനി ഇത് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്ന് നോക്കാം. ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക മിത്താക്കൊളീൻ അല്ലെങ്കിൽ നിയോസ്റ്റിഗ്മിൻ ആണ്. മിത്താക്കൊളീൻ ഒരു 5 മില്ലിഗ്രാം കൊടുക്കുക, അല്ലെങ്കിൽ നിയോസ്റ്റിഗ്മിൻ ഒരു 1 മില്ലിഗ്രാം കൊടുക്കുക. കൊടുക്കേണ്ടത് സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ്. എന്തായിട്ടാണ്? സബ്ക്യൂട്ടേനിയസ്. അപ്പോൾ മസ്കാരിനിക് ഇഫക്റ്റ് ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കുക. മസ്കാരിനിക് ഇഫക്റ്റ് ഉണ്ടാവുന്നില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇത് ബെലഡോണ പോയ്സണിങ് തന്നെയാണ്. അതായത് ബെലഡോണ പോയ്സൺ, അട്രോപ്പിനൊക്കെ ബെലഡോണ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിൽ നിന്ന് ഡെറൈവ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഈ അട്രോപ്പിനിക് പോയ്സണിനൊക്കെ ബെലഡോണ പോയ്സണിങ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ പോയ്സൺ ഇൻജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗാസ്ട്രിക് ലവേജ് ചെയ്യണം. ടാനിക് ആസിഡ് വെച്ചിട്ടായിരിക്കും അത് ചെയ്യുക. പിന്നെ പേഷ്യൻ്റ് ഒരു ഡാർക്ക് ക്വയറ്റ് റൂമിലായിരിക്കും പേഷ്യൻറ്റിനെ കിടത്തിയിരിക്കുക. പിന്നെ ബോഡി ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ട് തന്നെ കോൾഡ് സ്പോഞ്ചിങ്, അതുപോലെ ഐസ് ബാഗ്സ് ഇതൊക്കെ വെച്ച് കൊടുക്കേണ്ടി വരും ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ കൊടുക്കുന്ന മരുന്നെന്ന് പറയുന്നത് ഫൈസോസ്റ്റിഗ്മിൻ ആണ്. 1 to 3 മില്ലിഗ്രാം ഒന്നുകിൽ സബ്ക്യൂട്ടേനിയസ്ലി കൊടുക്കുക അല്ലെങ്കിൽ ഇൻട്രാവിനസ്ലി കൊടുക്കുക. ഇത് എന്തൊക്കെ ചെയ്യുന്ന വെച്ചാൽ സെൻട്രൽ ആക്ഷൻസും പെരിഫറൽ ആക്ഷൻസും ആണ് ആൻറ്റഗോണിസ്റ്റ് ചെയ്യുക. പക്ഷേ ഈ ഫൈസോസ്റ്റിഗ്മിൻ കൊടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് ഹൈപ്പോടെൻഷനും അരിത്മിയൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അതങ്ങനെ കൊടുക്കാറില്ല. പകരം സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ കുറച്ച് ജനറൽ മെഷേഴ്സ് കൂടെ ചെയ്തു പോകും. ബ്ലഡ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ റെസ്പിറേഷൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അതിന് അസിസ്റ്റഡ് റെസ്പിറേഷൻ കൊടുക്കുക, പിന്നെ കൺവൾഷൻസ് ഉണ്ടെങ്കിൽ ഡയസിപ്പം കൊടുത്ത് അത് ശരിയാക്കുക. ഏതാണോ ആവശ്യം അതനുസരിച്ച് കൊടുത്തുക. അപ്പോൾ ബെലഡോണ പോയ്സണിങ് കഴിഞ്ഞു. ആൻറ്റി കോളിനർജിക്സിൻ്റെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.